ക്രിസ്മസ് ആഘോഷത്തിന്റെ പ്രകടമായ രൂപങ്ങളിലൊന്നാണ് പുൽക്കൂട്. യേശുവിന്റെ ജന്മദിനമായ ക്രിസ്മസിന് യേശു പിറന്ന ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത് ക്രിസ്തീയ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പുനർനിർമ്മിക്കുക എന്ന ആചാരത്തിന്റെ ഭാഗമായാണ് പുൽക്കൂട് നിർമ്മാണം. ആദ്യകാലങ്ങളിൽ പുൽക്കൂടുകൾ നിർമ്മിച്ചിരുന്നത് പുല്ല്, ഇഞ്ചിപ്പുല്ല്, പനയോല തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു. അങ്ങനെയാണ് പുൽക്കൂട് എന്ന പേര് ഉണ്ടായത്. പുൽക്കൂട് വിപണിയിൽ പഴമയുടെ പ്രൗഢി തെളിയിക്കാൻ വൈക്കോലും മുളയും കൊണ്ട് നിർമ്മിക്കുന്ന വിവിധ വലിപ്പങ്ങളിലുള്ള പുൽക്കൂടുകളുമായി വഴിയോരങ്ങളിൽ ഇത്തവണയും ശരവണൻ എത്തി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശിയായ ശരവണൻ അച്ഛൻ അറുമുഖം, അമ്മ വിമല എന്നിവർക്കൊപ്പം ക്രിസ്മസ് സീസണിൽ വിൽപ്പനയ്ക്കായി കോട്ടയത്ത് എത്തുന്നുണ്ട്. 6 വർഷമായി പുൽക്കൂടുമായി ഇവർ കോട്ടയത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തുന്നു. ഒരു ദിവസം 6 മുതൽ 10 വരെ ഇവർ ഉണ്ടാക്കാറുണ്ട്. മുളയും വൈക്കോലും ഉപയോഗിച്ച് പുറംചട്ടയുണ്ടാക്കി സ്ഥലത്ത് കൊണ്ടുവന്ന് നൂൽക്കമ്പി ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2 മാസം മുൻപ് ഇവർ പുൽക്കൂടുകൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. 250 മുതൽ 550 രൂപ വരെയാണ് പുൽക്കൂടുകളുടെ വില. എൻ്റെ പേര് സരവണകുമാറാണ്. ഞങ്ങൾ പാലക്കാടിൽ നിന്ന് വരുന്നത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വരുന്നത്. ഞങ്ങൾ ഈ ക്രിസ്മസ് ആയുമ്പോൾ ഞങ്ങൾ ക്രിസ്മസ് പുൽക്കൂടുണ്ടാക്കാൻ ഇവിടെ ഞങ്ങൾ കോട്ടയം ജില്ലയ്ക്ക് വരും. ഇവിടെ വന്നിട്ട് 10 ദിവസം ഇവിടെ ഞങ്ങൾ ഇരുന്ന് പണിയെടുത്ത് ഞങ്ങൾ സെയിൽസ് ആയിട്ട് പോകും. ഞാൻ, അച്ഛൻ, അമ്മ മൂന്നാൾക്ക് കോട്ടയം വന്നിട്ടുണ്ട്. ഇത് ഒരു ദിവസത്തിൽ ഒരു 10-15 ഞങ്ങൾ പണിയെടുക്കും. അതങ്ങനെ 2-3 വിൽക്കും. ലാസ്റ്റ് ഒരു 4-5 ദിവസമെങ്കിലും ഒരു 10-15 കച്ചവടം ഉണ്ടാവും. ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്നതാണ്. ഇത് ഈ റേറ്റൊക്കെ എന്ന് വെച്ചാൽ 250 മുതൽ 550 വരെ ഉണ്ട്. 4-5 സൈസൊക്കെ ഉണ്ട്. അത് ഏത് സൈസ് ചോദിച്ചാലും ഞങ്ങൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പുൽക്കൂടുകളുടെ രൂപത്തിലെ നിർമ്മാണ വസ്തുക്കളിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പഴമ തിരിച്ചുവരവിനൊരുങ്ങുന്ന പുൽക്കൂട് നിർമ്മാണത്തിൽ പുൽക്കൂട് നിർമ്മിക്കുന്നവരുടെ കലാപരമായ ഭാവനകൾ പുൽക്കൂടുകളിൽ ദൃശ്യമാണ്. ഇന്ന് പുൽക്കൂട് നിർമ്മാണം ഒരു കലാരൂപമായി വളർന്നിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ.